എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്നോട് ജോബിയും അതുപോലെ അഷ്റു അതുപോലെ ഷിജു വൈശാഖ് എല്ലാവരും കൂടി പറഞ്ഞു നമുക്കൊന്ന് പെർസിനിക്ക് പോകാമെന്ന്. അപ്പോൾ അങ്ങനെ പെർസിനിക്കടവിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് ഒന്ന് ഫ്രഷായിട്ട് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് പോകാം. അപ്പോൾ നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചയും അതുപോലെ എന്തൊക്കെയാണ് കാഴ്ചകൾ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ പറശ്ശിനിക്കടവ് കാണാൻ തന്നെ കേട്ടാൽ തന്നെ നമ്മൾ ഭയങ്കര ഭക്തി തോന്നിപ്പോകുന്നില്ലേ. അപ്പോൾ പറശ്ശിനിക്കടവിൽ പോവുക, അതുപോലെ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഒപ്പിയെടുക്കുക, അതൊക്കെ ഒരു വലിയൊരു കാര്യമല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ട് വലിയൊരു സപ്പോർട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി അറിയിക്കുന്നു. പിന്നെ ഇതേപോലത്തെ 4 ആളുണ്ട് കേട്ടോ. ഒന്ന് ഇത്, പിന്നെ വേറെ 3 വെറൈറ്റി സാധനങ്ങളുണ്ട്. ഭയങ്കര ദേഷ്യം ക്യാമറ കാണിച്ചപ്പോൾ. വേണ്ട ദേഷ്യപ്പെടണ്ട. അപ്പോൾ ഞാനെന്തായാലും ഒന്ന് ഫ്രഷായിട്ട് പറശ്ശിനിക്കടവ് പോയിട്ട് ഇനി പറശ്ശിനിക്കടവിൽ നിന്ന് കാണാം നമുക്ക്. ഇവിടെ ഒന്നും പാട്ടും മറ്റും മ്യൂസിക്കൊന്നും കേട്ടാത്ത എന്താണെന്ന് വെച്ചാൽ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തതിന് ശേഷം കോപ്പിറൈറ്റ് വരുന്നുണ്ട്. കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്ന റവന്യൂ ഷെയറിങ്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് വീഡിയോ എടുത്തിട്ട് മറ്റുള്ള എന്തിനാണെന്ന് അതുകൊണ്ട് ഇതിൽ പാട്ടൊന്നും കേട്ടിട്ടില്ല. നാച്ചുറൽ അവിടെയുള്ള സൗണ്ടാണ് കേൾക്കുന്നതെല്ലാം. അപ്പം പിന്നെ അതായിരിക്കും ഏറ്റവും ഒരു നല്ല ഫീൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നാച്ചുറൽ സൗണ്ട് തന്നെ നമ്മൾക്ക് കേൾക്കാം. ഒരിക്കൽ ഒരു സമ്മാനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതൊരു പക്ഷേ ഇപ്പോൾ നമ്മൾ ഏറ്റുകയാണ്.
പറശ്ശിനിക്കടവിലെ പ്രധാന വേലകാരിയായ ബാലകൃഷ്ണ പെരുവണ്ണാൻ്റെ കൂടെ തന്നെ ഭക്ഷണം കഴിക്കാനും ഒക്കെ കിട്ടിയൊരു മത്സരം. നല്ല മത്സരമായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം ക്യാമറ ചെയ്യുന്നത് ജസ്റ്റ് പിന്നീട് കാണാനുണ്ട്. ഹാളിൽ നല്ല ജനങ്ങളുണ്ട്. നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് അന്വേഷിക്കുമ്പോൾ 5000 ആൾക്ക് ഇന്ന് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും പേരെന്താ ചേട്ടൻ്റെ? സത്യൻ. സത്യൻ. ഇപ്പോൾ ഒരുപാട് ഭക്തരെയും കണ്ട് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് പോകാം അല്ലേ? അതെ അതെ, അത് ചോദിക്കാം. പിന്നെ എത്ര വർഷമായി നിങ്ങൾ ഇവിടെ വർക്ക്? 15 വർഷം. 15 വർഷമായി അല്ലേ? എന്തായാലും സന്തോഷം തന്നെ അല്ലേ? അപ്പോൾ ഞാൻ സപ്ലൈ ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോഴെല്ലാം പോയിട്ടൊന്ന് വരട്ടെ കേട്ടോ. നമ്മൾ മുത്തപ്പൻ്റെ പ്രസാദം ഇങ്ങനെ കഴിച്ച് നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ച് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഈ പറശ്ശിനിക്കടവിൽ വരുന്ന എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണം തന്നെയാണ് ഈ പ്രസാദം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ബാലകൃഷ്ണൻ്റെ കൂടെ തന്നെ ഇരുന്നിട്ട് നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചു. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും കുറച്ച് ആൾക്കാരോടൊന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട്, ഭക്തരോട് ചോദിച്ചു നോക്കാം. ഭക്ഷണം എങ്ങനെയുണ്ട്? നന്നായിട്ട്. സ്ഥിരമായിട്ട് വരാറുണ്ട് ഇവിടെ? ഇല്ല, വല്ലപ്പോഴും അടുത്താ പള്ളിക്കുന്നോ. അതെയാ? എന്തായാലും നല്ല ഭക്ഷണം അല്ലേ? ഗംഭീരം. ഭക്ഷണം എങ്ങനെയുണ്ട്? നല്ല ഉഗ്ര ഭക്ഷണം. നല്ല ഭക്ഷണം. എന്തായാലും നന്നായിട്ട് കഴിക്കുന്നതിൻ്റെ നടുക്ക് ചോദ്യം ചോദിച്ചിട്ട് ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും പറയുന്നതും ഇതുമാതിരി നല്ല ഭക്ഷണമാണ്. എന്താ പേര്? തങ്കമണി. തങ്കമണി എവിടുന്ന് വരുന്നത്? ഞാൻ ഇവിടെ പറശ്ശിനിക്കടവിന്റെ അടുത്താണ്. സ്ഥിരമായിട്ട് വരുന്ന ആളല്ലേ? ഇടക്കിടക്കേ വരും. നന്നായിട്ട് പാട്ട് പാടുന്ന പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ട്. മൂളിയാല് ആൾക്കാരെ മുന്നുണ്ടല്ലേ? സ്റ്റേജ് പ്രോഗ്രാമെല്ലാം ചെയ്യാറുണ്ടോ? ഇപ്പൊ കുറച്ച് 2-3 സ്റ്റേജ് പരിപാടിയാണ് ചെയ്തിട്ടുണ്ട്. അതെയാ? പിന്നെ ഏത് തരം പാട്ടാ പാടാറ്? എല്ലാം പാടും. ഏതായാലും നമ്മൾ മുത്തപ്പന്റെ പ്രസാദവും കഴിച്ചു സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുന്നില്ല. രണ്ടുപേരും മൂളി നോക്കിയാൽ പാടുക. പാടിക്കോ? മൗലിയിൽ മയിൽ പീലി ചാർത്തി മഞ്ഞ പട്ടാമ്പരം ചാർത്തി ഗുരുവായൂരമ്പലം ഗോകുലമാക്കുന്ന ഗോപകുമാരനെ കണി കാണണം. നെഞ്ചിൽ ഗോരോചനക്കുറി കണി കാണണം. നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം. എന്തായാലും നന്നായിട്ട് പാടി. അതായത് പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ആർക്കായാലും ഷോക്കായി പോകും അല്ലേ? ഇത്രയും ആൾക്കാരുണ്ട്, പിന്നെ പെട്ടെന്ന് വന്നിട്ട് പറയുമ്പോൾ പാടാനും ബുദ്ധിമുട്ടും. എന്തായാലും നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ്. ഒരുപാട് സ്റ്റേജെല്ലാം കിട്ടട്ടെ. ഞങ്ങൾ ഓർക്കണം കേട്ടോ. ഇതാരെ കൂടെ? മോളാണ് അല്ലേ? ഈ കുട്ടി മോളുടെ കുട്ടിയാണ്. ഞാൻ കോളേജ് അപ്പൊ എന്തായാലും എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അപ്പൊ വീഡിയോ കാണണം കേട്ടോ. കൃഷ്ണാട്ടുണ്ട് ഭയങ്കര കലാകാരനാണ്. തെയ്യം കലാകാരൻ മാത്രമല്ല, കലാകാരന്റെ അവാർഡ് ഇതിനിടെ കെട്ടി നമ്മൾ അതിന്റെ ഒരു അവാർഡ് കൊടുക്കുന്ന പരിപാടിയെല്ലാം ഉണ്ടായിനി. വോട്ടിൽ നമ്മളപ്പോ ഗാനമെല്ലാം അവതരിപ്പിച്ച് അടിപൊളിയായി. ലാലുഷേട്ടൻ നല്ല എത്രയോ വർഷങ്ങളായിട്ട് വാക്കുകളില്ല. ചെറിയൊരു വാക്കുകൾ. അതല്ല. എന്തായാലും നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ശരിയാ. ഹസ്ബൻഡ് ഉണ്ടോ? എവിടെയാ? आपका नाम क्या है? उन्नीकृष्णन. उन्नीकृष्णन. हाँ, मलयाली है क्या? मलयाली है. केरला में किधर है? केरला में ट्रिचूर, बट वी आर सेटल्ड इन मुंबई. इधर कितना बार आया? फर्स्ट टाइम आदित्य राशन वरीणु. पहली बार आया? हाँ, पहली बार. आपका साथ में कौन है? मेरा वाइफ है, मेरा पत्नी है. आप खाना खा के कैसे लगता है? अच्छा, वेरी टेस्टी फूड एंड वेरी डाइजेस्टिव.
हमेशा याद करेगा ये 100%. फिर भी आएगा. Definitely. ओके वाइफ को जरा पूछेगा, मेरे को हिंदी इतना अच्छा नहीं जानता है, फिर भी ഞാൻ മലയാളം പറയും. They can also speak Malayalam. എനിക്ക് ഹിന്ദി ഒന്ന് പഠിക്കാലോ. आपका नाम क्या है? मैं जयश्री उन्नी कृष्णन. जयश्री उन्नी कृष्ण. Yeah. आप पहली बार आए क्या? यस, पहली बार आई. केरला में क्यों है आपका? केरला से त्रिशूर ने एंड सेटल्ड इन बॉम्बे. इन बॉम्बे. ओके. कैसा लगता है खाना? हमारे परसनी कड़ोद का खाना कैसा लगता है? बहुत अच्छा बहुत है. अच्छा सिंपल फूड एंड वेरी टेस्टी. मुत्तपन का खाना है ना, इसलिए Yeah. बहुत ज्यादा टेस्टी हो जाएगा. या है ना? ओके. आ गया क्या? आ गया, हो गया. डिस्टर्ब नहीं किया है ना? नहीं बिल्कुल नहीं. ओके. Very nice मेरा of- चैनल का नाम माम्बू मीडिया MAMPOOB. MAMPOOB. ओके. आप जैसा जरा वीडियो देखो. ओके. ओके. अभी इधर से निकलते हैं. आप बोला खाना अच्छा है. Really अच्छा से अच्छा. खाया, एंजॉय करके खाया है ना? यस यस. ओके. थैंक यू वेरी मच. थैंक यू वेरी मच. देख तो जानता है क्या? नहीं. हम लोग मुत्तप्पा पोन्ने मुत्तप्पा बोल के हाथ ऐसे करता है ना, मुत्तपन का रूप ये आदमी क्या बोलूं, वही है मुत्तप्पा. First time here? Yeah, I'm First time? Yeah. Have you seen Muttapan? No. Today is my son, performer. You wait. At 3 p.m. You can see what Muttapan. Train. Achha, but we have to go take the train, na? now Huh? Now, yeah, 3:30. The train is at 3:30. We had just come. ये आदमी ने 50 साल से मुत्तपन ये कोलम मुत्तपन है ना, ये आदमी करता है 50 साल से. Okay, okay. हम लोग पूरे आदमी जाके मेरा പൊന്ന് മുത്തപ്പ ऐसे बोलता है ये आदमी है. इनको? हाँ, इनको. അപ്പൊ 3 മണിക്ക് കാണാന്ന് പറഞ്ഞു. 3 മണിക്ക് इसका लड़का सन. हाँ, अभी देखने नहीं मिलेगा. आज ही इसका काम नहीं है, लड़का का काम है. ओके. बोले लड़के को देखने का था. नहीं, इसको देखा है ना, इसका आशीर्वाद मिलेगा तो फिर भी अच्छा है. Oh God. Bless us. आशीर्वाद क्या है? God Muttapan will bless you. Will solve your all kinds of your difficulty. Next you will come back. You will come back. Come back. Yes. Yeah, we'll come. Definitely will come. This is just a coincidence. This is just a like what we had a Vande Bharat trip, joyride, and we happened to wait here for 3 hours. So we thought of coming here. Next time you come here. Okay. You can see Muttapan. One day we'd stay here somewhere. Came from We came from Bombay. Bombay. Bombay where? Bombay Andheri. Andheri. Yes. Thank you so much. आज इधर से जाएगा. आज जाएगा. अभी वो वंदे भारत से जाएगा त्रिवेंद्रम, कल बॉम्बे जाएगा. ഉള്ളിൽ ഇല്ലപ്പോൾ സമയം വരില്ല. ചന്തകുട്ടിയപ്പോൾ എടുക്കാൻ പറ്റില്ല. ബാലകൃഷ്ണേട്ടാ, നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? അത് ഇവിടുത്തെ ഉത്സവം വൃശ്ചികം 16-ാം തീയതി ഡിസംബർ 2-ാം തീയതിയാണ് ഇവിടുത്തെ ഉത്സവമായിട്ട് കൊണ്ടാടുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു മാസം മുന്നേ മുത്തപ്പൻ്റെ അണിയാഭരണങ്ങളെല്ലാം പുതുക്കിപ്പണിയും. അപ്പോൾ ആ പുതുക്കിപ്പണിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്വർണ്ണം, വെള്ളി, സറാപ്പ്മാർ ഒക്കെ വരെ ഒരു മാസം ഇവിടെ ക്യാമ്പ് ചെയ്തിട്ട് എല്ലാം പുതിയ നിറെടുത്തിട്ട് ഉത്സവത്തിന് എല്ലാം ഫ്രഷായിട്ട് മുത്തപ്പൻ കെട്ടിയാടുന്ന ദിവസം അത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പണിയൊക്കെ നടത്തുന്നത്. ബാലകൃഷ്ണേട്ടാ, ഈ കാണുന്നത് എന്താ ഒന്ന് പറഞ്ഞു? ഇതൊക്കെ കാണുന്നത് ഈ വെള്ളി, കൈ, കാല്, ആൾരൂപങ്ങൾ, വിളക്ക്, ഇതൊക്കെ ദൈവത്തിൻ്റെ പ്രാർത്ഥനയായിട്ട് സമർപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ വിളക്ക് സമർപ്പിക്കാമെന്ന് പ്രാർത്ഥിച്ചാൽ ആ വിളക്കുകൂടെ കൊണ്ടുവെക്കുന്നത്. അതുപോലെ തന്നെ കൈക്കോ കാലിനോ എന്തെങ്കിലും അസുഖം ഉണ്ടായാൽ ഒരു കൈയെടുത്തൊപ്പിക്കുക, കാലെടുത്തൊപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെള്ളീൻ്റെ ആൾരൂപം അല്ലെങ്കിൽ കൈയും കാലും എടുത്തിട്ട് ദൈവത്തിൻ്റെ തിരുപ്പിടിമ്പിൽ സമർപ്പിച്ചിട്ട് അവിടെ വെക്കുന്ന അത്. ഈ കാണുന്നതാണ് ഇവിടെ കുറി കൊടുക്കുന്നതാണിത്. നമസ്കാരമുണ്ട്. എത്ര വർഷമായി ഇവിടെ? ഞാൻ 40 വർഷമായി. ഇത് ഭക്തർക്ക് കുറി നൽകുന്നത്. അതെ, പ്രസാദം.
ബാലകൃഷ്ണൻ പെരുന്നാൾ ഇവിടുത്തെ ഒരു പ്രധാന ഒരു കോലധാരിയാണ്. ചെറുപ്പം മുതൽ ഇവിടെ വെള്ളാട്ടം കഴിച്ചു, അതിനുശേഷം തിരുവപ്പന കഴിച്ചു. അങ്ങനെ നല്ലൊരു കോലധാരിയായിട്ട് എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമാണ്. പിന്നെ പോരാതെ അവരുടെ മകൻ ഇപ്പം കഴിച്ചുകൊണ്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ അല്ലാണ്ട് പുറത്തും ധാരാളം മടപ്പുരകളിലും മറ്റുള്ള തെയ്യക്കോലങ്ങളായിട്ട് കഴിച്ച് വരാറുണ്ട്. ഇത് മുത്തപ്പൻ കെട്ടിപ്പുറപ്പെടുന്ന അണിയറിയാണ് ഇത്. ഇവിടെ നിന്നാണ് ദൈവം കെട്ടിക്കുന്നത്. മേപ്പണിയും മുഖത്തെഴുത്തും എല്ലാം ഇവിടെ നിന്നാണ് പിന്നെ തുടങ്ങുന്നത്. ഇത് അണിയറിയ എന്നാണ് പറയാം. അണിയറ എന്നാണ് പറയാം. ഇന്നിപ്പോൾ മുത്തപ്പൻ കിട്ടുന്നത് എൻ്റെ മകനാണ്, വൈശാഖ്. കൃത്യം 3 മണിക്ക് നിങ്ങൾക്ക് മുത്തപ്പനെ കാണാൻ പറ്റും. ഈ കാണുന്നത് ഇവിടുത്തെ കലശക്കാരനാണ്. നമസ്കാരമുണ്ട്. രണ്ടോട്ടം. പേരെന്താ? രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ. എത്ര വർഷം ഇവിടെ? ഇവിടെ 24 വർഷത്തോളം. എന്തൊക്കെയാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം ഇവിടെ? ഇവിടെ നിവേദ്യം നമ്മൾ ഉണ്ടാക്കലാണ് നമ്മുടെ പ്രധാന ഉത്തരവാദിത്വം. അത് പയറ്, കടല, തോര, ഉഴുന്ന്, ചെറുപയർ, മമ്പയർ, ഏതായാലൊക്കെ. മത്സ്യം വേണം, മത്സ്യം ചൂടണം. പിന്നെ ഊട്ട്, ദൈവത്തിന് ഊട്ടും ചോറ് വെക്കണം. പിന്നെ വെച്ചരിയും കടവനെ കായ് ഇതൊക്കെ മുറിച്ച് വെച്ചരിയും കട വെക്കണം. പിന്നെ നീർക്കറി എന്ന സാധനം കൂടിയുണ്ട്. പിന്നെ 3 നിവേദ്യങ്ങളാണ് നമ്മൾ നിലവിൽ ഇടിയുള്ളത്. അത് ഭക്തർക്ക് കിട്ടുമല്ലോ? ഇല്ല, അത് ദൈവത്തിന് നിവേദിക്കുന്നു. നിവേദിക്കും. ഭക്തർക്ക് കൊടുക്കുന്നത് അപ്പുറത്ത് കൊടുക്കുന്നു. പിന്നെ നമ്മൾ തിരുവപ്പനയില്ല തമ്മിൽ രാവിലെ കലശെടുക്കും. മീൻ കലശ, അതാണ് കലശക്കാരെന്നുള്ള പേര്. ഉത്സവമായാലും നിത്യോത്സവമായാലും കലശെടുക്കണം. ബാലകൃഷ്ണേട്ടൻ ഇവിടെ സൂപ്പറാണ്. പുറന്ന് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നിങ്ങൾ മുമ്പ് വരേണ്ടതല്ല. അച്ഛനെ ഏറ്റവും കൂടുതൽ വലിയ കോടതായിട്ടാണ് കൊടുത്തത്. ഏറ്റവും പാരമ്പര്യം കണ്ണപ്പെരുണെന്ന് പറയും. കണ്ണപ്പെരുണാൻ്റെ മോൻ ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ പെരുമാൻ്റെ മോനാണ് ഇന്നത്തെ വൈശാഖ്. ഇവരെല്ലാം ഭയങ്കരമായൊരു ഇതാണ്. എവിടെ നിന്ന് വരുന്നേ? കുറ്റ്യാടി. പേരെന്ത്? സായന്ത്. സായന്ത്. എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ മിൽക്കിൻ്റെ കമ്പനിയാണ്. മിൽക്കിൻ്റെ കമ്പനി. അവിടെ നാട്ടിൽ തന്നെയാണ് അല്ലേ? കോഴിക്കോട് പന്തീരങ്കാവ്. പന്തീരങ്കാവ് അല്ലേ? എങ്ങനെയുണ്ട് മുത്തപ്പ ക്ഷേത്രത്തിൽ വന്നിട്ട്? നല്ലൊരു അനുഭവം. നല്ല മനസ്സിനുള്ള നല്ല തൃപ്തിയായി അല്ലേ? വേറെ ആരായത് കൂടെ? ഭാര്യ. വൈഫ്. എൻ്റെ പേര്? നീമ. നീമ. നിങ്ങൾ നേരത്തെ വരാറുണ്ടോ? വന്നിട്ടുണ്ട്. അതെ. എന്തായാലും സന്തോഷമായി അല്ലേ? ഇതാരാണ്? എൻ്റെ പേര് നന്ദിനി. ഇതാരാ നിങ്ങളെ? എൻ്റെ മോള്. എന്തായാലും എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? സന്തോഷമുണ്ട്. അമ്മേ, എന്തുണ്ട് വിശേഷം? വിശേഷമൊന്നുമില്ല. അമ്മേൻ്റെ പേരെന്താ? നാരായണി അല്ലേ? നിങ്ങൾ എപ്പോഴും വരാറുണ്ടോ ഇവിടെ? ഇല്ല, കുറേ ആയി വന്നിട്ട്. അതെയാ? മുത്തപ്പനെ കാണണം എന്ന് എപ്പോൾ ആഗ്രഹിക്കും അല്ലേ? മനസ്സിൽ എപ്പോഴും മുത്തപ്പ, എൻ്റെ പൊന്നു മുത്തപ്പ എന്നല്ലേ ഉണ്ടാവില്ല? എപ്പോഴും ഉണ്ട്. എന്തായാലും അതേപോലത്തെ അനുഗ്രഹം തീർച്ചയായിട്ടും കിട്ടട്ടെ. എല്ലാവരും നല്ലൊരു സന്തോഷത്തിൽ നിൽക്കട്ടെ. എത്ര കാലമായി കല്യാണം നിങ്ങൾക്ക്? ഇപ്പോൾ ഒരു 4 മാസമായിരുന്നു. 4 മാസമായിരുന്നു അല്ലേ? എന്തായാലും നല്ല എൻജോയ് ചെയ്യുക. നല്ലൊരു എന്താ പറയണ്ടേ, എപ്പോഴും സന്തോഷമായിട്ടിരിക്കട്ടെ. കയറി ബാലകൃഷ്ണേട്ടൻ ബോട്ടിൽ നേരത്തെ ഓടിക്കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാനും കൂടി ബോട്ടിൽ കയറുന്നുണ്ട്. ബോട്ടിലൊരു എക്സ്പീരിയൻസും കൂടി നമുക്ക് അതിലൂടെ കാണാം. അതുപോലെ ബാലകൃഷ്ണേട്ടൻ കൊണ്ട് കുറച്ച് പാട്ടും കൂടി പാടിപ്പിക്കാനുണ്ട്. ബാലകൃഷ്ണേട്ടൻ പറഞ്ഞിരിക്കുന്ന ബോട്ടിന് മുകളിൽ ഈ കാണുന്ന ബോട്ട് പോലെ 2ാം നിലയൊന്നുമില്ല, ഓപ്പണാണ്. അപ്പോൾ ഞാൻ മുകളിലേക്ക് കയറിയിട്ട് വരിക. ചപ്പലില്ല. ഇവിടെ ഭയങ്കര വെയിലാണ്. അപ്പോൾ നമുക്ക് താഴെ തന്നെ പോകാം അല്ലേ ബാലകൃഷ്ണേട്ടൻ? നല്ല വ്യൂ ആണ്. അതായത് പാലം അല്ലേ? ഇത് കെണ്ടൽക്കുഴി പോകുന്ന പാലം അല്ലേ? ഇവിടുന്ന് നമുക്ക് പിന്നെ കണ്ണൂർ പോകാതെ കണ്ട് ഇരട്ടി കൂട്ടുപുഴ അങ്ങോട്ട് മയിൽ വഴി പോവാം. വഴിയാ മൈസൂരിലെ പോകുന്നവർക്ക് അപ്പോൾ ഇവിടെ വരുന്ന പിന്നെ ടൂറിസ്റ്റുകൾക്ക് ഇവിടെ ടൂറിസം തീർത്ഥാടനവും ഇത് രണ്ടും പ്രാധാന്യമുള്ള സ്ഥലം, വളരെ അപൂർവമായിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ അത് പക്ഷിക്കടവിൽ അത് എല്ലാ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ക്ഷേത്ര നഗരി ആയിട്ട് മാറ്റാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും കൂടിയിട്ട് ഇവിടെ നേരെ അപ്പുറം ഒരു ദുർഗാ ഭഗവതി ക്ഷേത്രമുണ്ട്. ഉത്സവം കഴിഞ്ഞല്ലേ? അത് മുച്ചോട്ട് ഭഗവതി ഉത്സവം കഴിഞ്ഞത്.
ഇനി അടുത്ത തന്നെ ദുർഗാഭഗവതി ക്ഷേത്രമുണ്ട്, പിന്നെ കടമ്പേരി ചുള്ളി ഭഗവതി ക്ഷേത്രമുണ്ട്, അങ്ങനെ പിന്നെ ഇവിടെ 5 കിലോമീറ്റർ പോയാൽ നീരാറുകോട്ടം ഭഗവതി ക്ഷേത്രമുണ്ട്. അങ്ങനെ ഇതിന് ചുറ്റും ഒരുപാട് ക്ഷേത്രം തീർത്ഥാടനത്തിന് വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ് ഇവിടെ. അതുപോലെ തന്നെ പിന്നെ വിനോദസഞ്ചാരത്തിനും ഹൗസ് ബോട്ട് ഇപ്പോൾ 10-15-20 പിന്നെ ഹൗസ് ബോട്ടുകളും ചെറിയ ബോട്ടുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ഉല്ലാസ ബോട്ടുകൾ. അപ്പോൾ അതൊക്കെ ഇവിടെ അതൊക്കെ ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് ഒരു പിന്നെ പ്രത്യേക ഒരു അനുഭൂതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെയാണ് ഇവിടെ. ഇനിയിപ്പോൾ ഈ ബോട്ട് കെട്ടി കുറച്ച് വീഴ്ച അങ്ങോട്ട് നീട്ടാൻ വേണ്ടി പ്ലാനുണ്ട്. അതുപോലെ തന്നെ റോഡിൻ്റെ വികസനമായിട്ട് ബന്ധപ്പെട്ടിട്ടും അപ്പോൾ ടൂറിസത്തിന് നല്ലൊരു സാധ്യതയുള്ള സ്ഥലമാണ് പറശ്ശിനിക്കടവ്. എന്നെ സംബന്ധിച്ചിട്ടാണോ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ അധിക ദിവസം ഇരിക്കുകയാണ്. ഇന്നിപ്പോൾ ഉത്തമം കിട്ടുന്നത് എൻ്റെ മകനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങളിവിടെ പിന്നെ ഇവിടെ നടക്കാനും ഇതുപോലെ ഹോസ്പിറ്റലിൽ കയറുവാനും പിന്നെ ഹോസ്പിറ്റലിൽ പങ്കുവെക്കാനും ഒക്കെ സാധിക്കുന്നത് ഇന്ന് ഞാൻ ഫ്രീ ആയതുകൊണ്ട്. അപ്പോൾ പിന്നെ നാളെ പിന്നെ സമയം എനിക്ക് കിട്ടണമെന്ന് കിട്ടാവുന്ന സമയം ഞങ്ങൾ എൻജോയ് ചെയ്യുക, എല്ലാ പുറത്ത് ആൾക്കാരായിട്ട് ഇടപെടുക, അതൊക്കെ തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും അങ്ങനെ പുറത്ത് ആളുകളെ ഒന്നിച്ച് കഴിയുന്നത് വളരെ എൻജോയ് ആയിട്ടുള്ള സംഗതിയാണ്. പാടാം, ശ്രമിക്കാം. പാടാമെന്നു ചോദിച്ചാൽ യാതൊരു പാട്ടുകാരനല്ല. പക്ഷെ അതേ അവസരം ഒരു നിങ്ങൾക്ക് ഒരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് പാട്ട് പാടാൻ പറ്റുന്ന ഞാൻ എസ് ജാനകി പാടിയത് ഇതിൽ യൂട്യൂബിൽ ഇടാൻ പാടില്ല. നീപ്പോളകളുടെ ലാളനവേറ്റൊരു നീരത്താമരവിരിഞ്ഞു നീലജലാശയത്തിൽ ഹൃദയം പൂമ്പൊഴികയായി ജന്മങ്ങൾ സഫലങ്ങളായി ആയിരമായിരം അഭിലാഷങ്ങൾ ഉത്സവമത്സരമാടി ദിശയുടെ നീതി നമ്മുടെ മുമ്പിൽ ദീപ്തിയ കമ്പളമായി ആദ്യ സമാഗമമായി ജലാശയത്തിൽ Yes. പാട്ട്
ജലാശയത്തിൽ ഹംസങ്ങൾ വീണാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റു നീലത്താമര നീലജലാശയത്തിൽ ഹൃദയം പൂപ്പൊയ്കയായി ഹംസങ്ങൾ സ്വപ്നങ്ങളായി ആയിരമായിരം അഭിലാഷങ്ങൾ തെളിനീർ കുമിളകളായി അവയുടെ ലാളനം ഏറ്റുമയങ്ങും നീയൊരു താമരയായി നീലത്താമരയായി നീലജലാശയത്തിൽ നിമിഷം വാചാലമായി ജന്മങ്ങൾ സഫലങ്ങളായി നിന്നിലും എന്നിലും ഉൾപ്രേരണകൾ ഉത്സവമത്സരമാടി നിശയുടെ നീലിമ നമ്മുടെ മുന്നിൽ നീട്ടിയ കമ്പളമായി ആദ്യ സമാഗമമായി നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ നാടനമേറ്റു നീലജലാശയത്തിൽ പാട്ടോട് ചെറുപ്പത്തിലെ എനിക്കുള്ള താല്പര്യം ഉള്ളതുകൊണ്ട് പാട്ട് കേൾക്കാൻ ആസ്വദിക്കാനും ഒക്കെ ഞാൻ സമയം കണ്ടെത്താനും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ ഒന്നിച്ച് ഒരു എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാട്ട് പാടിക്കുന്നത് അങ്ങനെ പ്രാക്ടീസായി അങ്ങനെയാണ് ഇത്തരത്തിലുള്ള പാട്ട് പാടാൻ സാധിച്ചത്. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം നെഞ്ചിരിയിലലിയും ജീവരാഗം നീലവാനിലലിയുന്നു ഗാനമേഘം നിൻവിഴിയിലലിയും ജീവവേഗം താരകയോ നിരത്താമരയോ നിൻ താരണി കണ്ണീർ കതിർ ചൊരിഞ്ഞു വർണ്ണമോഹമോ പോയ ജന്മപുണ്യമോ നിൻ മാനസത്തിൽ പ്രേമമോ പകർന്നു ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം നെഞ്ചിരിയിലലിയും നെഞ്ചീവരാഗം മാധവമോ നവഹേമന്തമോ നിൻമണിക്കവിൽ മലരായി വിളത്തിയെങ്കിൽ തങ്കച്ചിപ്പിയിൽ നിന്നെ തേനല ചുണ്ടി ഒരു സംഗീത ബിന്ദുവായ ഉണർന്നുവെങ്കിൽ ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം നെഞ്ചിരിയിലലിയും നെഞ്ചീവരാഗം നീലവാനിലലിയുന്നു ദാഹമേഘം നിൻപിഴിയിലലിയും നെഞ്ചീവമേഘം
കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും കൊടുക്കാൻ വെള്ളപ്പുടവ കുളിക്കാൻ പനിനീർ ചോര കൂന്തൽ മീനൂക്കാം ചാറ്റുവേര കൂന്തൽ മീനൂക്കാം ചാറ്റുവേര കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും കൊടുക്കാൻ വെള്ളപ്പുടവ കുളിക്കാൻ പനിനീർ ചോര കൂന്തൽ മീനൂക്കാം ചാറ്റുവേര കൂന്തൽ മീനൂക്കാം ചാറ്റുവേര സന്ധ്യ ഉണർന്നതിനാലോ ഉദ്യാന പാലകൻ വന്നതിനാലോ ഉത്രാട സന്ധ്യ ഉണർന്നതിനാലോ ഉദ്യാന പാലകൻ വന്നതിനാലോ ആവാദ ചൂടമീരാന പരാഗം ആകെ തളിപ്പുനീരോ മാസം കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും കൊടുക്കാൻ വെള്ളപ്പുടവ കുളിക്കാൻ പനിനീർ ചോര കൂന്തൽ മീനൂക്കാം ചാറ്റുവേര കൂന്തൽ മീനൂക്കാം ചാറ്റുവേര സിനിമയുടെ ഭാഗമായിട്ടൊക്കെ ഞാനും നാളെ
ഇത്രയും എൻ്റെ കൂടെ ഈ ചാനലിൽ അഭിമുഖം നടത്തിയ സുരേഷിനും കൂട്ടുകാർക്കും എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിച്ചുകൊടുന്നു. നമ്മൾ ഇത്രയും സമയം കണ്ട ബാലകൃഷ്ണേട്ടൻ്റെ ചേട്ടനാണ് ഇദ്ദേഹം. നമസ്കാരമുണ്ട്. പേര് പ്രേമൻ. പ്രേമൻ. പി പ്രേമൻ പറശ്ശിനിക്കടവ്. പ്രേമൻ പറശ്ശിനിക്കടവ് എൻ്റെ തൂലികാനാവും. നിങ്ങൾ ശരിക്കും എന്താ ചെയ്യുന്നത്? ഞാൻ ഇവിടെ മുത്തപ്പൻ കെട്ടിയാളായിരുന്നു കുറേ കാലം. ഇപ്പോൾ അസുഖമായിട്ട് പിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അസുഖം കൊണ്ട് മാറിയില്ല, നമുക്ക് പിരിയലൊന്നുമില്ല. അപ്പോൾ അതിന് ശേഷം കുറേ എഴുത്തുകുത്തുകളും നടത്തിയിട്ട് ഇങ്ങനെ മുത്തപ്പൻ്റെ ചരിത്രം ഇറക്കിയിട്ടുണ്ട്. ഇത് 15,000-ഓളം കോപ്പി പോയി ഈ പുസ്തകം. 15,000-ഓളം കോപ്പി. അതായത് ഇദ്ദേഹം എഴുത്തുകാരനും കൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ പുസ്തകമാണിത്. ഇപ്പം 15,000 കോപ്പിയിലൊക്കെ എത്തിക്കുന്നു അല്ലേ? മുത്തപ്പൻ്റെ ചരിത്രം. വേറെ 2-3 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഉത്തരകേരളത്തിലെ സ്ത്രീ തെയ്യക്കോലങ്ങൾ, അതുപോലെ ബാലസാഹിത്യമുണ്ട്, കുട്ടികളുടെ EMS എന്ന് പറഞ്ഞിട്ട്. അതിങ്ങനെ പക്ഷേ ഏറ്റവും കൂടുതൽ ചിലവായത് മുത്തപ്പൻ്റെയാണ് ചിലവായിക്കൊണ്ടിരിക്കുന്നത്. ഭക്തന്മാർ ഇത് അത്രയധികം സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ണൂരിൻ്റെ പൊന്നു. അതെ, അതും ഞാൻ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് കാണുന്നു. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം കുറച്ച് അവശത കൊണ്ട് വിട്ടു നിൽക്കുന്നതാണ്. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ആ കുറവ് നിർത്താൻ കഴിഞ്ഞു. പുസ്തകം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവശത എന്ന് പറയുമ്പോൾ കാണുമ്പോൾ നല്ല സ്മാർട്ടാണല്ലോ. വേറെ അസുഖമുണ്ട്. പണ്ടൊരു ഓപ്പറേഷനും കഴിച്ചാണ്. അതിൻ്റെ പ്രശ്നം മാത്രം. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ. അതുപോലെ ഈ സമയം തന്നെ ഇവിടെ എത്തിപ്പെട്ടത് ദൈവത്തിൻ്റെ. അതെ, ഇനിയും ഇതുമാതിരി ഒരുപാട് പുസ്തകങ്ങൾ എഴുതാനും പബ്ലിഷ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകട്ടെ അല്ലേ? അപ്പോൾ വെള്ളം തന്നെയാണ്. അതെയോ? അതെ അതെ. നിങ്ങളുടെ ഷോപ്പിന് പബ്ലിസിറ്റി അകത്തുനിന്നെല്ലാം എടുത്തിട്ടുണ്ട് വീഡിയോ. മ്യൂസിക്കും പാട്ടൊന്നും ഇല്ലാതെ ഇങ്ങനെ കാണാനല്ലേ വളരെ ഭംഗി, നാച്ചുറാലിറ്റി കിട്ടുന്നില്ല അല്ലേ? ഇവിടെ ഒരു പാട്ട് വന്നുപോയി. അപ്പോൾ അതാണ് ഞാനിവിടെ വോയിസ് ഓവർ കൊടുത്തത്. എന്തായാലും എന്താ സ്റ്റൈൽ അല്ലേ? ഓരോ ഷോപ്പും കാണുമ്പോൾ മൊത്തത്തിലുള്ള ഷോപ്പൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാനിങ്ങനെ നടന്ന് വരുന്ന വഴിക്കുള്ള ഷോപ്പിൽ മാത്രം കയറിയിട്ട് വീഡിയോ എടുത്തതാണ്. സൂപ്പറായിട്ടുണ്ടല്ലേ? മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം തൊടിയിലെ തൈമാവിൻ ചോട്ടിൽ
ഒരു കൊച്ചു കാറ്റേറ്റു വീണതേ മാമ്പഴം ഒരുമിച്ചു പങ്കിട്ട കാലം, ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം, എരുവേനലിൽ ഇളം കാറ്റ് പോലെ, കുളിർവേളയിൽ പോലെ, എല്ലാം മറന്നെനിക്കെന്നും ഉറങ്ങാൻ നീ തന്നു മനസ്സിൻ്റെ തൊട്ടിൽ പോലും, നീ തന്നു മനസ്സിൻ്റെ തൊട്ടിൽ പോലും. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം, ഒരു കൊച്ചു കാറ്റേറ്റു വീണതേ മാമ്പഴം ഒരുമിച്ചു കാലം, ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം. നമ്മുടെ ബോട്ട് യാത്രയും വർഷക്കടവ് അമ്പലം തീർത്ഥയാത്രയും അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ അന്നദാനവും അതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് എല്ലാവർക്കും സൃപ്തിയായി. ഇനി നമുക്ക് ഇത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ പോയി ഇപ്പോൾ ചായ കുടിച്ച് സന്തോഷത്തോട് കൂടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് വീട്ടിലേക്ക് പോകാം. അതായത് ശങ്കരാഭരണം അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. അപ്പൊ അതിന് ഹൈപ്പിച്ചെല്ലാം പോകുമ്പോ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ വളരെയധികം സുഖമാണ്. അപ്പൊ ശങ്കരാഭരണം ഒന്ന് പറയും. ശങ്കരാഭരണം പാടി. ശങ്കര ശരീരാപരാ വേദവിഹാരാഹരാ ജീവേശ്വര ശങ്കര നാദശരീരാപരാ വേദവിഹാരാഹരാ ജീവേശ്വര ശങ്കര പ്രാണമുനീവനേ ഗാനമേ നീതനേ പ്രാണമേ ഗാനമയീ മൗനവിചക്ഷണ ഗാനവിലക്ഷണ രാഗമേ യോഗമനീ പ്രാണമുനീവനേ ഗാനമേ നീതനേ പ്രാണമേ ഗാനമയീ മൗനവിചക്ഷണ ഗാനവിലക്ഷണ രാഗമേ യോഗമനീ నాదోపాసన చేసిన వాడను నీ వాడను నేనేదే నాదోపాసన చేసిన వాడను నీ వాడను నేనేదే దిక్కదీంద్రజిద హిమగదీంద్రజిద గంధరాదీల గంధర శుద్రులే గురురు నిద్ర వీణలి నిద్రగానము అవధరింజరా వినిధరింజరా శంకర నాద శరీరాపరా వేద విహార హరా జీవేశ్వర శంకర మెరుసే ముదుబులు మురుసే ముదుబులు చిరి చిరి నోబులు కాబోలు ఉరుమే ఉరుములు సరి సరి నడనల సిరి సరి మూవులు కాబోలు పరవశాన శిరసూగంగా తలగు జానన శివగంగా పరవశాన శిరసూగంగా తలగు జానన శివగంగా నాగానల హరిన మునుగంగా ఆనంద వృష్టినే తడవంగా ఆ శంకర నాద శరీరాపరా
വേദവിഹാരാഹര ജീവേശ്വര ശങ്കര ശങ്കര ശങ്കര. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അല്ലേ? നല്ലൊരു കാഴ്ചയല്ലേ? അവിടെ പോയി അതുപോലെ പ്രധാന കോലധാരീൻ്റെ കൂടെ ഭക്ഷണവും കഴിച്ചു, പിന്നെ ബോട്ട് യാത്രയും നടത്തി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അത്രയും നല്ലൊരു ഇത് വലിയൊരു സംഭവമൊന്നുമല്ല, എന്തായാലും പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. എല്ലാവരും വരിക. ഇപ്പോൾ ബോട്ട് യാത്ര ചെയ്യാത്തവർ, അതായത് കണ്ണൂർ ജില്ലക്ക് പുറത്തുള്ള ആൾക്കാർ പറശ്ശിനിക്കടവിൽ വരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ആളുണ്ട്. എല്ലാവരും വന്നിട്ട് ബോട്ട് യാത്രയും നടത്തുക, അതുപോലെ പറശ്ശിനിക്കടവും മുത്തപ്പനെയും തൊഴുത് നല്ല അനുഗ്രഹം വാങ്ങിയിട്ട് എല്ലാവരും വരിക. അപ്പോൾ ഇതേപോലത്തെ വീഡിയോ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വീണ്ടും വീണ്ടും ഞാൻ ആവശ്യപ്പെടുകയാണ്. ശരിക്ക് ഇതാണ് എൻ്റെ തൊഴിൽ, യൂട്യൂബിൽ വീഡിയോ ഇടുക. ഇതെൻ്റെ ഒരു പാഷനാണ്. ഭയങ്കര ചെറുപ്പം മുതൽ ഭയങ്കര ആഗ്രഹമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുക. അപ്പോൾ അത് ശരിക്കും ഒരു സക്സസ്ഫുള്ളി ആയിട്ടില്ല. പക്ഷേങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞാൽ എനിക്കൊരു ക്രേസ് തന്നെയാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അതിനു മുന്നേ മുത്തപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും മുത്തപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.